നമ്മൾ മുമ്പത്തെ ആയത്തും ഇതിനായിട്ടുള്ള കണക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞത് മറക്കരുത്. താങ്കൾ സത്യത്തിന്മേലാണുള്ളത് എന്ന് പറഞ്ഞു, ഇന്നക അലൽ ഹഖിൽ മുബീൻ. എന്നിട്ടും പിന്നെ എന്താ പേര് നന്നാവാത്ത? വിത്ത് ഗുണമുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഇത് എറിയണ നിലം ശരിയാവണ്ടേ? അപ്പൊ അള്ളാന്റെ റസൂലിനൊരു കുഴപ്പമില്ല, നബിയെ നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ നടത്തുന്ന പ്രബോധനത്തിനും ഒരു കുഴപ്പമില്ല, നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന സത്യങ്ങൾക്കും യാതൊരു തകരാറുമില്ല. പക്ഷെ അത് എറിയുന്ന സ്ഥലം അത് സ്വീകരിക്കാൻ കൊള്ളുന്ന ഇടങ്ങളല്ല. അപ്പോ ഈ ധിക്കാരികളായ മുശ്രിക്കുകളുടെ, കാഫിറുകളുടെ മാനസികാവസ്ഥയെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗത്തോട് സാദൃശ്യപ്പെടുത്തി ഉപമിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഇവർ മരിച്ചവർക്ക് സമാനമാണ്. ഇവരുടെ ഹൃദയം ചത്തുപോയിട്ടുണ്ട്. ഹൃദയം ചത്തവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല. രണ്ടാമത് പറഞ്ഞാൽ എന്താണ്? ബദിരന്മാരെയും നിനക്ക് കേൾപ്പിക്കാനാവില്ല, ദുആ വിളി കേൾപ്പിക്കാനാവില്ല. ഒരു ചെകിടുപൊട്ടനായ ആളെ നിനക്ക് അവന്റെ മുമ്പിൽ പടക്കം പൊട്ടിച്ചാലും അവനൊന്നും മനസ്സിലാവില്ല. ഇതാ വല്ലവ് മുദ്ബിരീൻ, അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഒട്ടും കേൾക്കൂല. നേർക്ക് നേരെ മുഖാമുഖം നിന്നിട്ടാ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില്ലറ കാര്യമൊക്കെ അവന് മനസ്സിലാവും. നമ്മളുടെ ലിപ്പ് ചലനങ്ങൾക്കനുസരിച്ച് നമ്മളെ ചുണ്ടിന്റെ ചലനത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കും. അത് നമ്മളോട് പിന്നെ ഇങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ. നേരെ മറിച്ച് ഇതാ വല്ലവ് മുദ്ബിരീൻ, ചെകിടേ കേൾക്കൂല, പിന്നെ അങ്ങോട്ട് നടന്നു പോവുകയാണെങ്കിൽ പിന്നെ അവന്റെ മുമ്പിൽ എന്ത് പീരങ്കി പൊട്ടിച്ചാലും അവൻ യാതൊന്നും കേൾപ്പിക്കാൻ നിനക്ക് കഴിയൂല. അതേപോലെ അന്ധന്മാരായ ആളുകളെ അവരുടെ വഴികേടിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ്, അതിൽ നിന്ന് നിനക്ക് മാറ്റിയെടുക്കാനും നിനക്ക് കഴിയൂല. പിന്നെ ആരെ മാത്രമേ നിനക്ക് കേൾപ്പിക്കാൻ പറ്റുള്ളൂ? നമ്മുടെ ആയത്തുകളെ വിശ്വസിക്കുകയും നമ്മുടെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുവാൻ, കീഴ്പ്പെട്ട് ജീവിക്കുവാൻ തയ്യാറുള്ളവരെയുമായ ആളുകളെ മാത്രമേ നിനക്ക് കേൾപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇവിടുത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഈ ജനതയുടെ മാനസികമായ അവരുടെ ഹൃദയങ്ങൾ എത്രത്തോളം കടുത്തുറച്ചു പോയിട്ടുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തലാണ് ഈ ആയത്തുകളുടെ ഉദ്ദേശം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ നീ കേൾപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിടത്ത് ഇവിടെ ഇപ്പൊ അല്ലാഹു തആല മരിച്ചോര് കേൾക്കൂലേ എന്ന വിഷയം പഠിപ്പിക്കാനല്ല ഈ ആയത്ത് ഇവിടെ നമുക്ക് കേൾപ്പിക്കുന്നത്. അതേ അവസരത്തിൽ ഇവിടെ നിന്ന് നമ്മൾ ആ കാര്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? മരണപ്പെട്ടവർ കേൾക്കൂല എന്ന തത്വം കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞ എന്താ? മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല. അള്ളാഹിന്റെ റസൂല് ഖബർസ്ഥാനിലേക്ക് പോയിട്ട് ജനങ്ങളെ എന്ന് വിളിച്ചപ്പോ പറഞ്ഞ ആയത്തല്ലല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ആളുകളെ ഖബറടക്കിയിട്ടുള്ള ഖബർസ്ഥാനിൽ പോയിട്ട് അവരോട് എന്തെങ്കിലും സംസാരിച്ചപ്പോഴല്ലല്ലോ ഈ ആയത്തിറങ്ങുന്നത്. പിന്നെ എപ്പോഴാ ഇതിന്റെ സന്ദർഭം? ഈ മുശ്രിക്കുകളായ ആളുകളോട് എത്ര പറഞ്ഞിട്ടും അവരെ അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല, സത്യദീനിലേക്ക് വരാൻ തയ്യാറുമില്ല. അപ്പൊ അവരെ കുറിച്ച് പറഞ്ഞതാ അത്. നബിയെ, മരിച്ചോരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയൂല. അപ്പൊ ഇവിടെ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഉപമ എന്ന് പറയുന്ന മലയാള ഭാഷയിൽ തന്നെ ഉപമാലങ്കാരം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു പ്രതിഭാസം, ഉപമിക്കുക, അതെല്ലാ ഭാഷയിലുണ്ട്. അറബിയിൽ അതിന് തശ്ബീഹ് എന്ന് പറയും, ഉപമ പറയുക. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനെ പോലെ എന്ന് ഉദാഹരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയും, മന്നവേന്ദ്ര തിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ. നമ്മൾ ഉപമ പഠിക്കുമ്പോൾ അന്ന് മലയാളം ഭാഷ പഠിപ്പിച്ചതാണ് അല്ലേ? ഉപമാലങ്കാരം പഠിക്കുമ്പോൾ അന്ന് നമ്മൾ പഠിക്കും എന്ത്? മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ. അവിടെ ഇപ്പൊ എന്താണ്? ഒരു വ്യക്തിയുടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്ന് പറയാണ്. അപ്പൊ അവിടെ വാസ്തവത്തിൽ മലയാളത്തിൽ അന്ന് നമ്മൾ പഠിച്ചപ്പോ ഇങ്ങനെ ഉപമാലങ്കാരത്തിൽ 3-4 കാര്യങ്ങൾ പറയും. ഒന്ന് ഉപമേയം, മറ്റൊന്ന് ഉപമാനം, മറ്റൊന്ന് ഉപമാവാചകം, പിന്നെ ഉപമിക്കപ്പെടുന്ന പിന്നെ വിഷയം. അപ്പൊ അതായത് പിന്നെ ഇപ്പൊ നമ്മൾ പറയണം അലി പുലിയെ പോലെയാണ് ധീരതയിൽ. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അലി പുലിയെ പോലെയാണ് ധീരതയിൽ എന്ന് പറഞ്ഞാൽ അലിയാണ് ഇപ്പൊ അവിടെ എന്ത്? ഉപമേയം. അലിനെയാണ് ഉപമിക്കുന്നത്. ആരോട് ഉപമിക്കുന്നു? പുലിയോട്. അലി പുലിയെ പോലെയാണ് ധീരതയിൽ. ഏത് വിഷയത്തിലാണ് ഉപമിക്കുന്നത്? ധീരത. ധീരതയുടെ കാര്യത്തിലാണ് ഇപ്പൊ അലിനെ എന്തിനോട് ഉപമിക്കുന്നത്? പുലിയോട് ഉപമിക്കുന്നത്.
അപ്പൊ അതിന് അറബിയിൽ മുഷബ്ബഹ്, അലി മുഷബ്ബഹ് ഉപമേയം, പിന്നെ അസദ് സിംഹം അല്ലെങ്കിൽ പുലി, ഇവിടെ ആരാണ്? മുഷബ്ബഹ് ബിഹിയാണ്, ഉപമാനം മലയാളത്തിൽ പറയും. പിന്നെ വജുഹുഷബഹ് എന്ന് പറയും അറബിയിൽ, ഏത് വിഷയത്തിൽ എന്നുള്ളത്. അതാണ് ഇപ്പൊ എന്ത്? ധീരതയിൽ അലി പുലിയെ പോലെയാണ്. അപ്പൊ ആ വിഷയത്തിലാണ് അലി ആരെ പോലെ? പുലിയെ പോലെ. ഇവിടെ അത് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് ഇനി കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണം. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ അലി പുലിയെ പോലെയാണ് ധീരതയിൽ എന്ന് പറയുമ്പോൾ, ധീരത എന്ന് പറയുന്ന വിഷയത്തിൽ അലിയാണോ മുന്നിട്ട് നിൽക്കുക, പുലിയാണോ മുന്നിട്ട് നിൽക്കുക? പുലിയല്ലേ മുന്നിട്ട് നിൽക്കേണ്ടത്. നമ്മള് അലിനെ ആരിനോടാ ഉപമിക്കുന്നത്? പുലിയോട്. അപ്പൊ പുലിയിലായിരിക്കും അലിയേക്കാൾ എന്തുള്ളത്? ധീരത. ശരി, അത് ഇനി മറക്കരുത് കേട്ടോ, അതവിടെ ഉണ്ടാവണം, ആവശ്യമുണ്ട്, അതവിടെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇനി വിഷയത്തിലേക്ക് വരാം. എന്താ വിഷയം? മരിച്ചുപോയവരോട് സാദൃശ്യപ്പെടുത്തി അറേബ്യൻ മുശ്രിക്കുകളുടെ ഖൽബിനെ. അറേബ്യൻ മുശ്രിക്കുകളെ ഇപ്പൊ ആരോടാ സാദൃശ്യപ്പെടുത്തിയത്? എന്തിലാ സാദൃശ്യപ്പെടുത്തുന്നത്? ഇവിടെ മുഷബ്ബഹ് അറേബ്യൻ മുശ്രിക്കുകൾ, അവരുടെ ഹൃദയങ്ങൾ. സാദൃശ്യപ്പെടുത്തുന്നത് എന്തിനോടാ? ഉപമാനം, മരിച്ചുപോയവര്. എന്താ വിഷയം? അവര് കേൾക്കൂല, ഒരു ഉപകാരമുള്ള നിലക്ക് കേട്ടിട്ട് ഒരു പ്രതികരണം അവരെടുത്ത് നിന്നിട്ടുണ്ടാവുകയും ഇല്ല. ആ വിഷയത്തിൽ ഇവർ ആരെ പോലെയാണ്? മരിച്ചവരെ പോലെയാണ്. അപ്പൊ സംഗതി കേൾക്കാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക എന്നുള്ള തത്വം കൂടുതൽ ആരിലായിരിക്കും? മരിച്ചവര്. ഇപ്പൊ സംഗതി ക്ലിയറാണ്. ഇനി മരിച്ചവര് കേൾക്കുന്നു ഇനി ആരും പറയണ്ട. മരിച്ചവര് കേൾക്കുന്നുണ്ടായി പിന്നെ ഓലെ കൊണ്ടൊരു ഖബറടക്കണ്ടല്ലോ, ആ സംവിധാനമൊക്കെ പോയി.